ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറാക്കുന്നത്. നമ്മൾ മലയാളികൾക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞിൻ്റെ കൂടെയൊക്കെ ഏത് കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിലും ഒരു അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് തൃപ്തിയാവുള്ളൂ. ഈ ഒരു അച്ചാർ ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഞ്ഞിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ ഒരു അച്ചാറിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അച്ചാറിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഞാനിപ്പോൾ ചെമ്മീൻ വെച്ചിട്ടാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കുന്നത്. ചെമ്മീന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചും ഈ ഒരു അച്ചാർ തയ്യാറാക്കുക. ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വെച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചെമ്മീൻ അച്ചാർ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. 1.25 കിലോ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചെമ്മീനെ കഴുകി വൃത്തിയാക്കിയ ശേഷം ചെമ്മീനകത്തുള്ള നാരൊക്കെ കളഞ്ഞിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ആ നാര് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വയറുവേദന എടുക്കും. അപ്പോൾ നാരൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ചെമ്മീൻ വൃത്തിയാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പിന്നെ ഈ ചെമ്മീനിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ ചെമ്മീനും മസാലപ്പൊടികളെല്ലാതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ചെമ്മീനിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അച്ചാറിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 250 ഗ്രാം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഞാനിതുപോലത്തെ 8 വലിയ വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കൊക്കെ ചെയ്യുക. പിന്നെ ഇഞ്ചി എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിൻ്റെ പകുതിയാണ്. ഇഞ്ചി ഇതുപോലത്തെ 2 വലിയ ഇഞ്ചി കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഈ ഒരു അച്ചാറിൽ നമ്മൾ വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു അച്ചാറിൽ ചേർത്ത് കൊടുക്കുന്ന സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഒരു 25 അല്ലി ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. സാധാരണ അച്ചാറിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കാറില്ല. പക്ഷേ ഈ ഒരു അച്ചാറിൽ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. പിന്നെ നല്ല എരിവുള്ള പച്ചമുളക് ഒരു 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് നല്ലെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയി വരണം. പിന്നെ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും കൂടെ ഈ ചെറിയുള്ളിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഈ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കൂടി നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയാൽ മാത്രമേ ഈ അച്ചാർ കേടാകാതിരിക്കുള്ളൂ. ചെറിയുള്ളി നന്നായിട്ട് ഫ്രൈ ആയിട്ടില്ലെങ്കിൽ ഈ അച്ചാർ പെട്ടെന്ന് കേടായി പോവും. അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി ഈ ഓയിലിലേക്ക് ഒരു 10 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുകയാണ്. വറ്റൽമുളക് ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഈ വറ്റൽമുളകും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. വെള്ളം ചേർക്കാതെ വേണം നമ്മൾ ഈ ഒരു കൂട്ട് അരച്ചെടുക്കാൻ. ഈ ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മസാല കൂട്ടി വെച്ചിട്ടുള്ള ചെമ്മീൻ കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ അച്ചാർ പെട്ടെന്ന് കേടാവാതിരിക്കുള്ളൂ. കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുഴുവൻ ചെമ്മീനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ മുഴുവൻ ചെമ്മീനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിലിലേക്ക് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെളിച്ചെണ്ണ കുറവുണ്ട്. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുകയാണ്.
കടുക് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെളുത്തുള്ളി വലിയ അല്ലി ആയതുകൊണ്ട് ഞാൻ രണ്ടാക്കി മുറിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇഞ്ചി അരിഞ്ഞതും പച്ചമുളക് ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഈ എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ കിടന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ്. നമുക്ക് നല്ല അച്ചാർ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പുറത്തെ വീട്ടിലുള്ളവരൊക്കെ വേഗം അറിയും. കാരണം ഈ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വഴന്ന് വരുമ്പോൾ നല്ലൊരു മണമായിരിക്കും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്ന ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിൽ അച്ചാർ പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ 1 ടീസ്പൂണ് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അത് 1.5 ടേബിൾ സ്പൂണ് എരിവുള്ള മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ മസാലപ്പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്ക് എണ്ണയിലൊന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികൾ വഴറ്റിയെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ. ഇപ്പം മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മളൊരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടി അരച്ച് വെച്ച കൂട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടിയുള്ള പേസ്റ്റും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു കൂട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ അച്ചാർ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടുന്നത്. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ അരച്ച പേസ്റ്റും മസാലയും എല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്. 250 ml കപ്പിന് 1 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പുളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കുകയൊക്കെ ചെയ്യുക. വിനാഗിരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല, വിനാഗിരി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസായിട്ടുള്ള ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അച്ചാറിൽ എപ്പോഴും കുറച്ച് ഉപ്പും പുളിയൊക്കെ മുന്നിട്ട് നിൽക്കണം. അപ്പോഴേ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ആ ഒരു മീനിലൊക്കെ നന്നായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കുള്ളൂ. ഈ ഒരു മസാല 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ആ ഗ്രേവിയും ചെമ്മീനും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചെമ്മീനും ഗ്രേവിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉലുവൻ്റെയും കായത്തിൻ്റെ ഒക്കെ കുറവുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണ് ഉലുവയും കടുകും കൂടെ വറുത്ത് പൊടിച്ചതും 1/2 ടീസ്പൂണ് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാതും കൂടെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നല്ല തിക്ക് ഗ്രേവിയാണ്. നിങ്ങൾക്ക് ഇത്രയും തിക്കായിട്ടുള്ള ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ആ വിനാഗിരി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒരു 1/2 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേ ആ ഒരു പുളിയും ഉപ്പൊക്കെ ഈ ചെമ്മീനിലേക്ക് പിടിക്കുള്ളൂ. അതേപോലെ ആ ഒരു മസാലേൻ്റെ ഒക്കെ ആ ഒരു പച്ച ടേസ്റ്റും മാറി കിട്ടുള്ളൂ. ഇപ്പോൾ ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് മിക്സായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു അച്ചാറിൻ്റെ എരിവും പുളിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്.
ഈ അച്ചാർ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബോട്ടിലേക്ക് മാറ്റാൻ പാടുള്ളൂ. പിന്നെ ഈ ഒരു അച്ചാർ 2 ദിവസം കഴിയുമ്പോഴാണ് ഈ ഒരു അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോഴായിരിക്കും ആ ചെമ്മീനിലേക്കൊക്കെ ശരിക്കും ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഒരു അച്ചാർ ഇരിക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടി വരും. നമ്മൾ ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ട കാര്യമല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. നന്നായിട്ട് കഴുകി ഉണക്കിയ കുപ്പിയിൽ വേണം നമ്മൾ അച്ചാർ സൂക്ഷിക്കാൻ. അച്ചാർ എപ്പോഴും നമ്മൾ ഗ്ലാസിൻ്റെ ബോട്ടിലോ അല്ലെങ്കിൽ ഭരണിയിലൊക്കെ സൂക്ഷിക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ നന്നായിട്ട് കഴുകി ഉണക്കി എടുത്തിട്ടുള്ള ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലാണ് അച്ചാർ മാറ്റുന്നത്. അച്ചാർ ഞാൻ 1 കിലോ വരുന്ന ഒരു ഗ്ലാസിൻ്റെ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു ബോട്ടിലേക്കും കൂടെ മാറ്റാനുള്ള അച്ചാറുണ്ട്. ഇതിലൊരു 1/4 ഭാഗം അച്ചാർ ഞാൻ ഉണ്ടാക്കിയ അന്ന് തന്നെ എല്ലാവരും കൂട്ടി കഴിച്ചിട്ടുണ്ട്. ഉണ്ടാക്കിയ ഒരു സമയത്ത് കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെമ്മീനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു അച്ചാർ ഇരിക്കുന്നിടത്തോളം ടേസ്റ്റ് കൂടും. ആ ഒരു വെളുത്തുള്ളിയും ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ. അപ്പോൾ ഈ ഒരു അച്ചാർ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് മീൻ വെച്ചിട്ടും ഈ ഒരു അച്ചാർ ഉണ്ടാക്കുക. മത്തിയോ അല്ലെങ്കിൽ ഏതെങ്കിലും കഷ്ണ മീനൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്